നന്ദക്കുട്ടി മീൻ പിടിക്കാനാ പോകുന്നത്. ചൂണ്ട വാങ്ങിച്ചോ നന്ദ? അയ്യോ ചൂണ്ട വാങ്ങിക്കണ്ടേ, കൈകൊണ്ട് പിടിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾ അവിടെ അങ്ങനെ പാടത്തുനിന്ന് കൈകൊണ്ട് പിടിക്കും. ആയിക്കോട്ടെ നിങ്ങൾക്ക് കയറണ്ട. കുട്ടിയുടെ സ്ഥിരം പാലുകുടിയാണത്. സ്വന്തം എക്സൈറ്റഡ് ആണോ? അങ്ങനെ ആരും എക്സൈറ്റഡ്? നീയല്ലേ, നീയും നന്ദി ഉണ്ടു നോക്കും, ഒരാൾ ഉണ്ടു നോക്കും. എല്ലാം ഞങ്ങൾക്ക് അറിയാം. എന്താ പ്രശ്നം? കണ്ണൂർ എവിടെയാണ്? കണ്ണൂർ പയ്യന്നൂര് രാമന്തലി. നിങ്ങളെ ആവാച്ചുന്റെ പേരോ? നിയാന്ത്. എന്റെ ചേച്ചിന്റെ പേര് സുജാത. മോനോട് ഞാൻ പറയലുണ്ട്, എന്റെ 2 മക്കളും ഖത്തറിലായതുകൊണ്ട് ഞാൻ എപ്പം കാണലുണ്ട്. ഒരാള് പെറ്റേഷനിലാണ്, ഒരാള് ഇപ്പോൾ ഖത്തറില് ആണല്ലേ. ഞങ്ങൾ അങ്ങോട്ട് വരാം, ഞങ്ങൾ അവിടുന്ന് കാണാട്ടോ. ചോദിച്ചപ്പോ എന്താ പറഞ്ഞ? ചൈനോ? ചേച്ചി ഇതൊക്കെ ചോദിച്ചില്ലേ ചൈന ആണോന്ന്? ഇതന്നെയാണ് എയർപോർട്ട്. നാട്ടിലെത്താത്തതെന്നാണോ? ഫ്ലൈറ്റ് എത്താത്തതെന്നാ ചോദിക്കുന്നത് അല്ലേ? ഇനിയും കുറച്ച് നടക്കാണ്ട്. നടന്നു. അമ്മ കൈ പിടിക്കണം. അമ്മ പിടിക്കണോ ട്രോളി? എന്റെ കൈ പിടിച്ചാ മതിയോ? ഓടണ്ട, മെല്ലെ നടന്നാ മതി. അയ്യോ അപ്പുചേട്ടനും അച്ഛനും വരുന്നില്ല. എന്താ സൂക്ഷിച്ച് പിടിച്ചിറങ്ങിട്ടാ. ഇതാണ് എയർപോർട്ട്. സുവച്ചൻ എന്താ തരേന്ന് കണ്ടോ? സ്പ്രേ. എനിക്കെന്താ പേടി? ഞങ്ങൾക്ക് കണ്ണൂരിക്ക് നമ്മുടെ ഒരു ചേച്ചീനെ കിട്ടിയതാട്ടോ, സുജാത ചേച്ചി. ചേച്ചിയുടെ ഫാമിലിയൊക്കെ ഇവിടെ കേട്ടോ, കുട്ടികളൊക്കെ കാണാൻ വന്നതാണ് അവർ. അപ്പം ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട്. കാറൊക്കെ എന്തിനാ ഇവിടെ വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ സംശയം കേട്ടോ. കുത്തി വെക്കാൻ സ്ഥലമുണ്ട് അല്ലേ? ചാർജ് ചെയ്യാനല്ലേ? പവർ ബാങ്ക് എവിടുന്ന്? അതെടുത്തു. വാവ്, അത് എയറോപ്ലെയിൻ അല്ല, അത് ട്രെയിനാണ്. ടൂറാണോ? അതൊരുണ്ടോ? ഇട്ട് തരാ, വണ്ടി പോട്ടെ. പണ്ട് ഫ്ലൈറ്റിൽ കയറിയപ്പോൾ സീറ്റ് ബെൽറ്റ് ഇടൂല പറഞ്ഞ് കരഞ്ഞ ആളാട്ടോ. ഇപ്പൊ വലുതായില്ലേ കുട്ടി? നാട്ടിലല്ലേ? അപ്പൊ ചേട്ടാ morning to all of you. Welcome on board our flight 13. കുറച്ച് കാഴ്ചകളൊക്കെ കാണട്ടെ. നിനക്ക് എന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കണോ? ഇതെന്താ കാണാൻ? അവിടെ ഒന്നും കാണാനല്ലോ, കുറെ മലകളല്ലേ കാണാനുള്ളൂ. ഇഷ്ടാണോ?
എന്നാ കാണും. വണ്ടിയൊന്നും ഇല്ല ഇവിടെ, മലകൾ മാത്രമേ ഉള്ളൂ. ഊണും പിടിച്ചിരിക്കുകയല്ലേ. ഇത് മലകൾ മാത്രമേ ഉള്ളൂ, അമ്മ കണ്ടോളാം കേട്ടോ. ഞങ്ങൾ മലകൾ ഒന്നിച്ച് കാണും അല്ലേ. അമ്മയ്ക്കും ഇഷ്ടമല്ലേ കാണാൻ. വിൻഡോ സീറ്റിന് തല്ല അവിടെ അല്ലേ. ഫുൾ മലകളാണ്. ഒമാനാണ് തോന്നുന്നല്ലോ. കൊക്കക്കോളില്ല, കൊക്കക്കോളില്ല, ജ്യൂസാ കുടിക്കാം. വേണ്ട സൂ, ഇതാ കുടിക്കാം. ഈ അച്ഛനെ വാഷകളാക്കുന്നത് കേട്ടോ. ജ്യൂസ് ഒന്ന് കുടിച്ചു നോക്കി, ഇതാ ടേസ്റ്റ്. ഒന്ന് കുടിച്ചു നോക്കി, ജ്യൂസ് കുടിച്ചു നോക്കി, ഇതാ ടേസ്റ്റ് ഉണ്ടോ അല്ലേ. തട്ടിക്കളഞ്ഞാലേ ഇവര് ഫ്ലൈറ്റിൽ പിടിച്ച് പുറത്തേക്ക് ഇടും. നെറ്റിയും എങ്ങനെ മാന്തിയതൊക്കെ ആരാ? ഇതെന്താ സംഭവം? നാടല്ല, അടിയില് കടല്, താഴെ മേഘം. കണ്ടോ കണ്ടോ? മഞ്ഞു പോലെ ഉണ്ടല്ലേ. നാടെത്തിയോ? നാടെത്തിയ സന്തോഷം. വേനുണ്ടോ? വേനുണ്ടോ? ഞാൻ തന്നാ മതി. ചോക്ലേറ്റ് തരാം. അപ്പൂന് ചെവിവേദന, നന്ദയ്ക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അക്കുവിന് ചെവിവേദനയായിട്ട് കരയായിരുന്നു കേട്ടോ. അപ്പോൾ ഹെയർ ഹോസ്റ്റസ് ചേച്ചി പറഞ്ഞു വായും മൂക്കും പൊത്തിപ്പിടിച്ചിട്ട് ശ്വാസം മുന്നോട്ട് വിടാണ്. അതൊക്കെ പറഞ്ഞിട്ട് കേൾക്കണ്ടേ. അത് ചെയ്തപ്പോൾ അക്കുവിന് ആശ്വാസമായി. ഒക്കെ ചിരിച്ചു, എല്ലാവരും ചിരിച്ചു. എന്നിട്ട് ഇവിടെ പെടയായിരുന്നു വേദനിച്ചിട്ട്. അത് ഈച്ചയല്ല അക്കു, ഈച്ചയൊന്നും അല്ലത്. അതൊരു പൊടി വന്ന് കിടന്നതാട്ടോ. ഈച്ചയാണെന്ന് പറയുന്ന അക്കു. ഞാൻ നോക്കി, എനിക്ക് എൻ്റെ കണ്ണിനെന്തോ പ്രശ്നമുണ്ട്. അത് ഈച്ചയല്ല. ഇവിടെ ഒരു ഈച്ച ഉണ്ട് എന്നൊക്കെ പറയാം. ഇത് ഈച്ചയൊന്നും അല്ല, ഇത് ഈച്ചയൊന്നും അല്ല. പിന്നെ ഈച്ച വന്നിരിക്കുക അവിടെ. ഇത് ഈച്ചയല്ല കേട്ടോ, എന്തോ ഒരു പ്രാണിയാണ് തോന്നുന്നു. എത്തിയല്ലോ, നമ്മൾ എത്തിയല്ലോ, എത്തിയല്ലോ ഉമ്മച്ചി. ചിരിട്ടോ ഇവിടെ എത്തിയപ്പോ. പക്ഷെ നല്ല ഭംഗിയുണ്ട് അല്ലേ. As items may have moved during the flight. എത്തി. അച്ഛൻ്റെ വീടല്ല. ഇനി നമ്മൾ കുറേ കാറിലൊക്കെ പോയാലേ എത്തുള്ളൂ. ഫ്ലൈറ്റ് തന്നെ അച്ഛൻ്റെ വീട്ടിലേക്കാണ് എത്തുക.
എത്തിയോന്ന് അച്ഛൻ്റെ വീട്. കയ്യോടെ വെച്ചിട്ടാണ് കടക്കണല്ലേ. ഒക്കെ ഇത്തിരി മുമ്പ് ഭയങ്കര കരച്ചിലായിരുന്നു, നാടകമായിരുന്നു കേട്ടോ. പെട്ടിനെ കുറിച്ചുള്ള വിഷമമായിരുന്നു. പെട്ടി മേലെ വെച്ചിട്ട് എത്താറാവുന്ന കണ്ടപ്പോൾ തന്നെ പറയായിരുന്നു എൻ്റെ പെട്ടി എടുത്തായിരുന്നേന്ന്. പെട്ടി മറക്കരുത് അല്ലേ, പെട്ടി മറക്കരുത് അല്ലേ. ഞാൻ പിടിക്കൂല, എന്നെ പിടിച്ചാ മതി. എന്താ ഇപ്പൊ എനിക്ക് പിടിക്കാൻ വയ്യേ? പിടിക്കാൻ വയ്യേ പൊന്നു? തന്നെ പിടിച്ചാ മതി, ഞാൻ പിടിക്കൂല. ബാക്കി ലഗേജ് നിനക്ക് പിടിച്ച എന്താ കിട്ടിയത്? താങ്ക് യു പറയട്ടെ. താങ്ക് യു അല്ല, ഐ ലവ് യുവർ ഡ്രസ് എന്നാ പറഞ്ഞത്. ഡ്രസ് ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. അക്കുവിന് തല കറങ്ങുന്ന നന്ദയ്ക്ക് പെട്ടി പേടി. എന്ത് തായോ? ചേച്ചിമാര് ഹെയർ ഹോസ്റ്റസ് ചേച്ചിമാര് ചോക്ലേറ്റ് ബിസ്ക്കറ്റും ജ്യൂസും ഒക്കെ കൊടുത്തു അല്ലേ? ഭയങ്കര ഹെൽത്ത് ചോക്ലേറ്റ് ഉണ്ട്, എല്ലാം ഒരു മിക്സ് ഉണ്ട്. കുട്ടി ഇതാ എയർപോർട്ടിൽ ആനേനെ കണ്ട എയർപോർട്ടിൽ. നോക്കിയിട്ടാണ്. അക്കച്ചേട്ടൻ പിടിച്ചു നോക്ക്. അമ്മ ആന കരയൂട്ടോ മൂക്കത്തോട്ടാ. ആനേൻ്റെ വാലാണ് ഇത്ര കാണേണ്ടത്, മണ്ടന്മാർ. ബാ അതെ, അതൊക്കെ കൊണ്ടിടണ്ട കേട്ടോ. നമ്മളെ കെട്ടിയോ? കൈ വളഞ്ഞ് ഇവിടെ പോവും ഇങ്ങനെ പിടിച്ചാലും. പെട്ടി ആരും കൊണ്ടുപോകില്ല കേട്ടോ. അതിനാണ് ഞാൻ എൻ്റെ അടുത്ത് തന്നെ വെച്ച് തന്നത്. ആ പെട്ടി ആ കൈ കൊണ്ട് പിടിച്ചു വെച്ചിരിക്കുക. ഈ പെട്ടിയൊക്കെ കിട്ടാതെ അച്ഛൻ്റെ വീട്ടിൽ എങ്ങനെ പോവും? ഇതിങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല, ആരും കൊണ്ടുപോകില്ല കേട്ടോ. ഇത് കാറിലെത്തിയിട്ട് പൊട്ടിക്കാം. ഇതാരാ തന്നത് കുഞ്ഞിന്? എയർ ഹോസ്റ്റസ് അല്ലേ? കോക്കുന് എന്ത് സർപ്രൈസ്? ഈ സർപ്രൈസാണോ വരുന്നതിന്? എൻ്റെ അജുമാമനും വന്നില്ല, കോക്കും വന്നില്ല. കേട്ടോ അവസാനം പുറത്തിരുന്നത് ക്ഷീണിച്ച് തക്കണ ബിസ്ക്കറ്റ് തിന്നു. എന്താ എൻ്റെ പെട്ടിയുമാരും തൊടാൻ പാടില്ലേ? എന്താ ഇത്ര ഉണ്ട് അജുമാമിൻ്റെയും കോക്കുവിൻ്റെയും സ്നേഹം. നമ്മളിവിടെ വന്ന് പുറത്ത് കാത്തു നിൽക്കുക എന്നല്ലാതെ അജുമാമൻ വന്നോ? എവിടെ? വന്നിട്ടില്ല. നോക്കിയിരുന്നോ? എൻ്റെ കുട്ടി എത്ര നേരമായി കാത്തിരിക്കുന്നു. അവസാനം വിശന്ന് ബിസ്ക്കറ്റൊക്കെ ഇരുന്ന് തിന്നു. ആ സങ്കടത്തിലല്ലേ? ആ സങ്കടത്തിൽ അവസാനം ബിസ്ക്കറ്റ് മൊത്തം ഇരുന്ന് അങ്ങ് തിന്നു. വന്നില്ലല്ലോ. ഞാനിവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞപ്പോൾ അജു പറയാ കളിക്കല്ലേ എന്ന്. വെറുതെ പറയണ്ട ഇറങ്ങിയിട്ടില്ല. ഇറങ്ങി ഞാൻ എന്നിട്ട് അവസാനം പുറത്തിറങ്ങി നിൽക്കുന്ന ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പം വരാമെന്ന് പറഞ്ഞു. ഇതുവരെ കണ്ടിട്ടില്ല. ഞങ്ങളിതാക്കും നല്ല വരവേൽപ്പാണല്ലേ. എന്താ എൻ്റെ അജുമാമ നന്നാവാത്തെ? വേറൊരു പ്രശ്നം ഉണ്ടായിട്ടോ. ഒരു പെട്ടി എടുക്കാൻ മറന്നു. പുറത്തിറങ്ങിയിട്ടാണ് പെട്ടി എടുക്കാൻ മറന്ന കാര്യം ഓർത്തത്. സുഭാഷേട്ടൻ പോയിട്ട് സുഭാഷേട്ടനെയും കാണുന്നില്ല. കുറേ നേരമായി. ചന്ദ്രടി എൻ്റെ അടുത്ത് വന്നൊരു തട്ടിന്നെ ഞാൻ മൈൻഡ് ചെയ്യാണ്ടാവുന്നു.
ചന്ത എടുത്തോണ്ട് പോയില്ല. എവിടെയായിരുന്നു എന്റെ പെട്ടിന്ന്. അയ്യോ കുട്ടിയുടെ പെട്ടി എവിടെ? ഫ്രിഡ്ജിൽ വെളുത്തല്ലോ. ഇത് വെളുത്തല്ലോ. സാരല്ല, ഒരു മാസല്ലേ. ചോക്ലേറ്റ് ആണോ തിന്നണേ? നോക്കട്ടെ, ഇത്രേ ഉള്ളൂ, ഇത്ര സ്നേഹേ ഉള്ളൂ. പെട്ടി ആരെയും കൊണ്ടുപോകുന്നുള്ള പേടിയാണ്. വേറെ പ്രശ്നമുണ്ട്, പെട്ടി ഒന്ന് എടുക്കാൻ മറന്നു. ബേബി അക്കു പെട്ടു. ചന്തു ഓടാ ഓട്ടം. മതി. ആരൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു? നീ തടിച്ചു. സന്തോഷായി എനിക്ക്. നിന്നെ കണ്ടപ്പോൾ സമാധാനമായത്. നീ നന്നായി. ചന്തുവിനെ കേക്ക് ഇരുത്തിയേക്ക് ഇറങ്ങാൻ പാടില്ല. ഓടാണ്, ഓടടാ ഓട്ടം. ആ പോലീസിന്റെ കയ്യിൽ തോക്കുണ്ട്. ഇങ്ങനെയാണോ 9 തരാ? എന്താ സുഭാഷയുടെ മുടിമേല് കാട്ടിയത്? മുടിയൊന്നുമില്ല, വളർത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. നാട്ടിലെത്തിയിട്ട് വെട്ടുന്ന രാജുവിനെ പോലെ. ഇതാ പറയണത്, പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുക്കില്ല. കൊടുത്ത പെണ്ണുങ്ങളുണ്ട്. അല്ല എന്നാലും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പൊന്നെ, അതൊന്നും വളർത്തുന്ന ബൗബോ അല്ല. ഇവിടുത്തെ ബൗബോ ഒക്കെ കടിക്കും. ഞങ്ങളിവിടെ എൻ്റെ അമ്മായിൻ്റെ മോളെ വീട്ടിലേക്ക് വന്നതാണ് കേട്ടോ. അവരിവിടെ കണ്ണൂർ തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്ന് കയറിയിട്ട് പോകാൻ വേണ്ടിയിട്ട്. അജുമോനെ എന്നൊന്ന് കണ്ടില്ല, എപ്പോഴാ കണ്ടേ? നീ എന്തിനാണ് അങ്ങനെ ബ്യൂട്ടി കോൺഷ്യസ് ആവുന്നേ? ബ്യൂട്ടി കോൺഷ്യസ് അല്ല, ഊട്ടിക്കട് പോയതാണ്. ഇവിടുന്ന് ജാക്കറ്റ് ഒന്നും ഇല്ലാതെ. നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം ബോബുവിനെ കണ്ടിട്ട്. അജുവാൻ കൊണ്ടു. അയ്യോ, അച്ഛനൊട്ടിയാണ് ഇപ്പൊ. ഇതാണ് എന്റെ അമ്പിളിയേച്ചി. എവിടെ മോളെവിടെ? വന്നിട്ടില്ല. അയ്യോ, ഊരി തരുവോ? ഒന്ന് ഊരി കൊടുക്കുവോ? എവിടേക്കാ വന്ന പൊന്നു? നമ്മളേതാ എവിടേക്കാ വന്നേ? കോക്കൂന്റെ അടുത്ത്. അതേ അറിയുള്ളൂ ഞങ്ങൾക്ക്. അയ്യോ, ഓ അവിടെ എടുത്തു വെച്ചു. ചന്ത ചെരുപ്പ് ചവിട്ടി. സ്പോർട്സ് ചാമ്പ്യൻ വന്നിരിക്കുന്നു. എന്തിലൊക്കെയാ കിട്ടിയത്? എന്തിലൊക്കെ കിട്ടിയെന്ന് പറ. ആണ് ഇത് ഞങ്ങളെ ഏജ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോവാട്ടോ അവിടുന്ന്. ഇനി ചന്തുന്ന്. അയ്യോ, ഇനി ചന്തു എന്നൊക്കെ പറയണേ. ഓരോ പോകുമ്പോ അതാ പോകുന്നു. ഇനി കൊണ്ടാ പോണം. അമ്പിളീച്ചിന്റെ ഫാനും അടിച്ചു മാറ്റിയിട്ടാണ് കേട്ടോ പോണത്. ഇത് അമ്പിളീച്ചിന്റെ അല്ലേ ഫാന്? എനിക്ക് ആ സ്കൂട്ടർ വേണം. അമ്പിളീച്ചിന്റെ സ്കൂട്ടർ. ഈ ഫാനിന് ചന്തു അലമ്പാക്കിട്ടോ. അപ്പൊ അമ്പിളീച്ചി അത് എടുത്തോന്ന് പറഞ്ഞു. അതിനാണത്. നമുക്ക് എന്താ വേണ്ട പറഞ്ഞു ചോദിച്ചോ. സ്കൂട്ടർ വേണം. കരയണം, നിലത്ത് കിടക്കണോ? കൊടുക്കോ? അത്യാഗ്രഹം ഇല്ലാത്ത അനിയനാ. എന്റെ അനിയനായതുകൊണ്ട് പറയല്ല. ഗോൾ അടിച്ചതാണ് നിങ്ങള് ആക്കരുത്. എല്ലാരും ക്ഷീണിച്ചു. നിനക്ക് അസൂയ കുശുമ്പ് തിന്നിട്ടും തടി വെക്കാത്ത മനസ്സ് നന്നാവണം. ഓക്കെ, എന്റെ മനസ്സ് നല്ലതാണ്, അതുകൊണ്ട് ഞാൻ തടി വെക്കും. ഓക്കെ, ഞാനും എന്റെ മനസ്സ് നല്ലതാണ്. ഇവിടെ നാട്ടുകാരൊക്കെ ചോദിക്കട്ടോ, ഇത് ഇവിടെ ശാന്തമായി ജീവിച്ചതാട്ടോ അമ്പിളേച്ചി മോളും. അപ്പൊ ഇവിടെ നാട്ടുകാരൊക്കെ ചോദിക്കും ഇവിടെ ആരാ വന്നേ. ഇനി വൈകുന്നേരം ഞങ്ങൾ അല്ല തിരിച്ചു പോകുമ്പോ ഞങ്ങൾ ഇവിടെ വരണോ വേണ്ട? ഞങ്ങൾ പറ വേഗം പറ വരണം. ആ ഓക്കെ. ഞാൻ വണ്ടി എടുത്താലോ? വേണ്ട, കേറി പാക്കപ്പ്. ഇനി ഞങ്ങള് പറശ്ശിനിക്കടവിക്കാട്ടോ നേരെ.
മാമിയല്ല ഏഞ്ചു. ഏഞ്ചു ഞങ്ങൾ പോട്ടെ. ഓക്കെ, സ്പോർട്സിൽ മെഡലും കൊണ്ട് വന്നാട്ടെ ഏഞ്ചു. സ്പോർട്സ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് മെഡലൊക്കെ കൊണ്ട് വന്നതാട്ടോ. ഇനി എന്താ ഇതിന്റെ ഫൈനലുണ്ടോ? അതിൽ മെഡൽ വാങ്ങിക്കാം. ബൈ ബൈ പോട്ടെ. കൊണ്ടോട്ടിക്ക് വാട്ടോ. എടാ ചന്തുവിന്റെ കാറ് ഞങ്ങളിവിടെ അമ്പലത്തിലെത്തിട്ടോ. നിക്കണത് അക്കു സെറ്റാ. കാലുണ്ടല്ലോ. നമ്മൾ കൊടുക്കുന്ന കാലിന്റെ ഓപ്പോസിറ്റ് കാലാണ് കൊടുക്കുക. എന്നിട്ട് ഞാൻ പറയണം മറ്റേ കാലെന്ന്. അത് പറഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യില്ല. അമ്പലത്തിക്ക് വരാൻ പറ്റിയ ലുക്കിലാ അക്കു വന്നേക്കുന്നത്. ഫ്രീ കപ്പ്. ചന്തു കുഞ്ഞിക്കൈയിൽ കൊള്ളുന്നൊക്കെ വാങ്ങിയിട്ടുണ്ട്. നന്ദിക്ക് എന്താ വേണ്ടേ? ക്ലേയോ? നിരത്തരുന്നിട്ടോ. പക്ഷെ നാട്ടിൽ കൊണ്ടുപോകാനാ അതോ കത്തറിക്കോ? കുഞ്ഞു പെട്ടിയിൽ കത്തറിക്ക് കൊണ്ടുപോകാനാണോ അതോ നാട്ടിക്ക് കൊണ്ടുപോകാനോ? അമ്മുച്ചേച്ചിക്ക് കൊടുക്കാനാ? ആ ആയിക്കോട്ടെ. വാങ്ങിക്കൊടുക്ക. ഓനും വേണം. അത്ര ഓനും വേണമെന്ന്. എന്താ ശ്രീ തരണ്ട നമുക്ക്? ഇതോ സാധനങ്ങൾ